ഹലോ ഫ്രണ്ട്സ്, ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം സൺഡേയിലായിരുന്നു ഇത് വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ ഇപ്പം സൺഡേ മൺഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ തേഴ്സ്ഡേ ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് മൊത്തം ഈ മണ്ണാമ്പലൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് ഇപ്പം തട്ടിന്ന് വെച്ചിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അതേപടി തന്നെ വരും. അച്ഛനാണ് നോർമലി ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കൽ. കാരണം കുറച്ച് ഹൈറ്റ് അച്ഛന് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ 2 ഗ്ലാസ് ഉണ്ട് പില്ലറിൻ്റെ 2 സൈഡിലും. അത് തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഗ്ലാസ് തുടയ്ക്കാൻ പേപ്പറാണ് നല്ലത്. അത് കഴിഞ്ഞ് ചെറിയൊരു പെയിൻറ്റിങ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഈ ചുമരിൻ്റെ സൈഡിലൊക്കെ ഇതേമാതിരി ഒരു പച്ച കളറൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസ്റ്റംബർ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ പെയിൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ബാക്കി അനിയത്തി പെയിൻറ്റ് ചെയ്യും. ഇപ്പം ഞായറാഴ്ചയാണ് എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ഒരു ഓഫുള്ളൊരു ദിവസം. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് പണിപ്പെട്ട് അത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ സൈഡിൽ ഇതേമാതിരി പാടുണ്ടാവും. അപ്പം അച്ഛമ്മയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഈ പാടൊന്ന് പോക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് ഡിസ്റ്റംബറൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അവളാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര ചെതൽ ശല്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കട്ടിലേയും വാതിലും എല്ലാം തന്നെ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു മരങ്ങളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് മൊത്തം ഇങ്ങനെ ചെതലിങ്ങനെ പിടിച്ചിട്ട് ഫുള്ള് നാശമായി കിടക്കുകയാണ് കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ചെതലൊക്കെ താക്കിയ ഭാഗത്ത് ഈ ഡിസ്റ്റംബറൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമരമ്പിലേക്ക് ഇങ്ങനെ ചെതൽ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട് ഒരു 50 വർഷം പഴക്കമുള്ള തറവാടായിരുന്നു. അതിൻ്റെ മുകളിൽ പഴക്കമുണ്ടായിരുന്നു. അപ്പം ആ തറവാട് പൊളിച്ചിട്ട് ഉള്ള മരം കൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ ഈ വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ മരം കുറേ വർഷം പഴക്കമുള്ള മരം എടുത്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എന്നിട്ടും കൂടിയും ഈ ചെതൽ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ പഴയ വീട്ടിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്രയും കാലമായിട്ടും ചെതലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയപ്പം 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിൽ താമസമാക്കിയിട്ട്. അപ്പോഴത്തേക്ക് ചെതലൊക്കെ പണി തീരുമാനമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് ഒരു പണി എടുക്കാനൊരു മൂടുണ്ടാവില്ല. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ TV ഒക്കെ കണ്ടിരിക്കാനായിരിക്കും എനിക്ക് അധികവും മൂടുണ്ടാവുക. അപ്പം അമ്മ എന്തായാലും ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ട് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷേ മഴ കാരണം മുറ്റടി പകുതി വഴിക്ക് നിന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് അമ്മ എനിക്ക് മുഖം തരാതെ സൈഡിലേക്ക് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം നല്ല കാടുണ്ട്. അതിനടുത്തതായിട്ട് ഞാൻ കോഴിക്ക് മരുന്ന് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വെളിച്ചെണ്ണ തേക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഈ കൈ കൊണ്ടൊക്കെ വെളിച്ചെണ്ണ തേക്കുക എന്ന് പറയുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് അധികവും വെളിച്ചെണ്ണയൊക്കെ തേച്ച് തരുന്നത് കേട്ടോ. അപ്പം കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പം അത് അമ്മ തലയിൽ തേച്ച് തരുവാണ്. അമ്മ വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് കേട്ടോ. അതും സമയം ഉണ്ടെങ്കിൽ മാത്രം. അപ്പം വല്ലപ്പോഴൊക്കെ തേക്കുന്നതായതുകൊണ്ട് അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മ തലയിൽ വെളിച്ചെണ്ണ തേച്ച് തരുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരും. പിന്നെ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാലറിയാം അത്യാവശ്യം വേദന ആവുന്നുണ്ട്. മുടിക്കാകെ നാശമായി കിടക്കുകയാണ്. പിന്നെ കുറച്ച് ഉണക്ക തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 9 തേങ്ങയോളം ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കൊടുവാൾ വെച്ചിട്ട് ഈ തേങ്ങ പൊളിക്കാൻ അറിയത്തില്ല കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് മാത്രമേ എനിക്ക് തേങ്ങ പൊളിക്കാൻ അറിയത്തുള്ളൂ. നല്ല ഉണക്ക തേങ്ങയാണ്ട് കുറച്ചൊരു പാട് പെട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പൊളിക്കാൻ വേണ്ടി പറ്റി. അവസാനം ഇതെല്ലാം കൂടി പൊളിച്ച് വന്നപ്പോഴത്തേക്ക് കൈയെല്ലാം നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞതല്ലേ ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ വെളിച്ചെണ്ണ തേച്ച് 1 മണിക്കൂറെങ്കിലും ഞാൻ തലയിൽ ഇങ്ങനെ പിടിപ്പിക്കും കേട്ടോ. അപ്പം ആ ഒരു ടൈം കൊണ്ട് എനിക്ക് പറ്റാവുന്ന പണിയെല്ലാം ഞാൻ തീർത്ത് വെക്കും. അപ്പം രണ്ടുണ്ട് കാര്യം, പണിയും തീരും, വെളിച്ചെണ്ണ തലയിൽ പിടിക്കുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഓറഞ്ച് പീൽ പൗഡറും തൈരും ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഫേസ് കുറച്ച് ടാനായി നിൽക്കുമായിരുന്നു. പിന്നെ സൺഡേസിലാണ് അധികവും ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കിൻ കെയർ ഐറ്റംസ് യൂസ് ചെയ്യുകയാണെങ്കിലും നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെക്കിലെയും
ഫേസിലെയും ടോണ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എനിക്ക് കുറച്ച് അലക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അലക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലും അല്ലാണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇതുപോലെ കൈ കൊണ്ടുമാണ് കേട്ടോ അലക്കൽ. പിന്നെ ഇതിനിടയ്ക്ക് മഴയൊക്കെ ഒന്ന് തോർന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കിയ ഡ്രസ്സെല്ലാം നമ്മൾ ബാക്കിൽ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ സ്പീഡാക്കിയതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ എടുത്താണ് ഈ ഒരു അലക്കൽ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴക്കാലമായതുകൊണ്ട് നമ്മളിതെല്ലാം ഷീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ വീടിൻ്റെ പിറകുവശത്ത് ഒരു ഷീറ്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ ചുവട്ടിലായിരിക്കും ആറിടുന്നത്. അപ്പോൾ ഉണങ്ങി കിട്ടാനും നല്ല പണിയാണ് കേട്ടോ. മഴയത്ത് എന്തായാലും ഒരു ഈർപ്പം അങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലോ അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് പുറത്ത് വിരിച്ചിടുന്ന ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ കണക്കായിരിക്കും. ഉണങ്ങി കിട്ടാൻ ഒരു 2 ആഴ്ചയെങ്കിലും സമയം എടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്ക് അത്യാവശ്യം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കഴുകി കളയുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിത് ഒരു വീക്ക്ലി 2 ഒക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ്. അതല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം ആണ് ചെയ്യൽ. അത് നല്ല റിസൾട്ടാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫേസ് പാക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ വാഷ് ചെയ്ത് വന്നപ്പോൾ അത് എങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നേരമൊക്കെ സന്ധ്യ ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും വേഗം പോയി ഒന്ന് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി കുളിച്ച് വന്നപ്പോൾ നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ. പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം ചായയും മിക്സ്ചറും പിന്നെ വേറൊരു പലഹാരവും പിന്നെ പഴഞ്ഞു കൊണ്ടുവന്ന് വന്ന പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും അനിയത്തി അച്ഛമ്മയൊക്കെ കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കഥകളും വീട്ടുവിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഒക്കെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ലൊരു രസമാണ്. പിന്നെ രാത്രി ആയപ്പോൾ അനിയത്തി മന്തി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മന്തി വാങ്ങിച്ച് രാത്രി അതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അൽഫാം മന്തി ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ കൈക്ക് ചെറിയൊരു മുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളാണ് വാരി തരുന്നത്. അങ്ങനെ ടി വിയിൽ നല്ലൊരു സിനിമയൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. എനിക്കിതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സൺഡേ വ്ളോഗ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടണം കേട്ടോ.